ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പോപ്പീസ് ഡാൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇളയ ബീഫിൻ്റെ ഇറച്ചി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് ഈ കുട്ടൻ ബിരിയാണി എന്ന് പറയണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൻ്റെ ഇറച്ചി ഞാനിവിടെ കഴുകി ഇതേ കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞു കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് പുതിനയുടെ ഇലയും കൂടെ നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇത് കുക്കറിൽ വേവിക്കാൻ വെക്കണം. നാല് വിസിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചി ഇവിടെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇത് വേവിക്കാനായിട്ട് വെക്കാം. അത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് 4 വിസിൽ ആണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇറച്ചി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഇതിനുള്ള മസാല റെഡിയാക്കാം. ബിരിയാണിക്ക് വേണ്ട മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 10 പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ടിരിക്കുക കേട്ടോ, മുറിച്ചിട്ട് പോലും ഇല്ല, അങ്ങനെ ഇട്ടിരിക്കുക. ഇത് കുട്ടികൾക്ക് കൂടി കഴിക്കാൻ പറ്റിയ അത്യാവശ്യം പാകത്തിന് എരിവുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ 6 വലിയ സവാളയാണ് നമ്മളതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് സ്പൈസസ് ആണ് കേട്ടോ. ഒരു 4-5 കഷ്ണം പട്ട, ഒരു 10 ലവംഗം, ഒരു 5-6 ഏലക്ക, അതൊക്കെയാണ് നമ്മളതിൽ ഇട്ടിരിക്കണത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി ആ സമയം നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. ഉപ്പ് നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. എപ്പോഴും കുറച്ച് മുൻപോട്ട് നിൽക്കണം ഈ വെള്ളത്തിൽ ഉപ്പ്. അങ്ങനത്തെ രീതിയിൽ ഉപ്പ് നമ്മൾ അതിലിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായ നമ്മുടെ കുറച്ച് മല്ലിയില ഇല ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പുതിനയുടെ ഇല ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടെ നമുക്ക് അരിയിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. ഇനി നമുക്കത് അതിൻ്റെ ലിഡ് വെച്ച് അടയ്ക്കുക. അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ മസാല റെഡിയാക്കാം. ഇനി ഇങ്ങനെ ഇത്രയും വഴന്ന് വന്ന സവാളയിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വഴന്ന് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കുറച്ചൊന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് ഇഞ്ചിയുടെ പേസ്റ്റ്, അത് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വന്നതിന് ശേഷം നമുക്ക് അടുത്തത് മല്ലിയില, അതൊരു നമ്മുടെ കയ്യിലൊരു പിടി അരിഞ്ഞത് അതിലിട്ട് കൊടുക്കുക. അടുത്തത് ഇടേണ്ടത് പുതിനയുടെ ഇലയാണ് കേട്ടോ. ഇതൊന്ന് നമ്മളൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് പുതിനയുടെ ഇലയും കൂടെ അതിൽ ഇട്ട് കൊടുക്കാൻ. നമ്മൾ പുതിനയുടെ ഇലയും കൂടെ നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും നന്നായി മിക്സാക്കുക. നമ്മുടെ മസാല ഇവിടെ നല്ല രീതിയിൽ വഴന്ന് കിട്ടണം കേട്ടോ. സവാളയൊക്കെ നല്ല രീതിയിൽ വഴന്ന് കിട്ടണം. അതുവരെ നമുക്കിത് ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. അതുകൊണ്ട് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത്, എരിവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ മതി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കളർ നമ്മുടെ ബിരിയാണിക്ക് കിട്ടും. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 6 തക്കാളി, അത് ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിതിലേക്ക് സവാളയും 6 ചേർത്തിരിക്കുന്നത്, തക്കാളി 6 ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും നമ്മളതിലിട്ട് നന്നായി വഴറ്റി കൊടുത്തു. അപ്പോൾ തന്നെ ഒരു 300 ml തൈരും കൂടെ നമ്മളതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതൊന്ന് കുറച്ച് ഇനി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് നല്ല രീതിയിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പിട്ട് നമ്മളൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം, ഉപ്പ് പാകത്തിനാണോ, മസാലയ്ക്ക് ആവശ്യമായ ഉപ്പുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ
നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ മസാലയൊക്കെ നന്നായി എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇനി ബീഫ് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ ബീഫിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് നല്ല രീതിയിൽ പിടിക്കണം കേട്ടോ. അതുവരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ മസാലയും ബീഫും കൂടെ ഒന്ന് മിക്സ് ആവണം. ഈ ബിരിയാണി മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇത് ബീഫിൻ്റെ ബിരിയാണി എന്ന് പറയില്ല, ശരിക്കും മട്ടൺ ബിരിയാണി എന്ന് പറയുള്ളൂ. അതേപോലത്തെ അങ്ങനത്തെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരി ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം കേട്ടോ. ആ കുതിർത്ത് വെച്ച അരിയാണ് ഞാൻ ഇതിൽ വെള്ളം തിളച്ചപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ 6 ഗ്ലാസ് അരിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1.5 കിലോ അരിയും 1.5 കിലോ ഇറച്ചിയും, അങ്ങനെയായിട്ട് രണ്ടും സെയിം അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇതാ നമ്മുടെ ഇറച്ചി കൂടെ നന്നായി മസാലയായിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് അടിയിലത്തെ ഇറച്ചിമേ തട്ടാതെ ഒന്ന് നമ്മൾ ആ മസാല ഒന്ന് ചെറുതായി മിക്സ് ആക്കണ രീതിയിൽ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് അടച്ചു വയ്ക്കുകയാണ്. ഇനി ഇതൊന്ന് 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ദം ചെയ്തെടുക്കണം കേട്ടോ. അടിയിൽ ഞങ്ങൾ വേറൊരു ദോശത്തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, അടി പിടിക്കില്ല. അതാ നമ്മൾ ബിരിയാണി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയേ. അപ്പോൾ മേലെയുള്ള റൈസ് കുറച്ച് ഡ്രൈ ആയിട്ടോ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ചു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇതേ ബിരിയാണിയുടെ റൈസൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും തൊടാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇറച്ചിയൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിരിയാണി നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. മട്ടൻ ബിരിയാണി പോലെ തന്നെ ഇരിക്കും കേട്ടോ ഇത്. അപ്പോൾ കുട്ടൻ ബിരിയാണി കഴിച്ചിട്ടില്ലാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിനി നെക്സ്റ്റ് അടിപൊളി റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ബൈ.